ഹലോ എവ്രി വൺ, ഇന്ന് നമുക്ക് ടെൻസുകളെ കുറിച്ച് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കാം. നമുക്ക് ഈ ഫോർമുല ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. 3x4, അതായത് ടെൻസിനെ 3 ടൈം സോണുകളായി തരംതിരിക്കുക. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. പാസ്റ്റ് എന്ന് പറഞ്ഞത് കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. പ്രസന്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഫ്യൂച്ചർ ഇനി നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ 3 ടൈം സോണുകളാണ് ടെൻസിലുള്ളത്. ഇനി 4 പാറ്റേണുകളുണ്ട്: സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിൽ സിമ്പിൾ എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ആക്ഷൻസിനെ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്. കണ്ടിന്യൂസ്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ഷൻസ്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ്. പെർഫെക്റ്റ് കണ്ടിന്യൂസ് മുമ്പ് എപ്പോഴോ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ഷൻസിനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത്. ഈ 3 ടൈം സോണുകൾക്കും, അതായത് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്ന 3 ടൈം സോണുകൾക്കും ഇതേ പാറ്റേൺ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന പാറ്റേൺ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 3 ടൈം സോണുകൾ ഇൻറ്റു 4 പാറ്റേൺ ഈക്വൽ ടു 12. മൊത്തത്തിൽ 12 ടെൻസുകളാണ് നമുക്ക് ഉള്ളതെന്ന് വിചാരിക്കുക. ഇനി ഈ ടൈം സോണുകളിൽ പാറ്റേണുകൾ അപ്ലൈ ചെയ്ത് നോക്കാം. പാസ്റ്റ് ടെൻസ് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് പറയുവാണെങ്കിൽ സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.